എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ബുധ ആദിത്യ രാജയോഗത്തെ കുറിച്ചാണ് കേട്ടോ. 9 നക്ഷത്രക്കാരെ ഈ രാജയോഗം ഉന്നതിയിൽ എത്തിക്കും. ഇവരെ പിടിച്ചാൽ കിട്ടില്ല. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ മാസം മീനമാസം 28-ാം തീയതി ഏപ്രിൽ 11-ന് ശനിയാഴ്ചയാണ് ബുധ ആദിത്യ രാജയോഗം സംഭവിക്കുന്നത്. ഈ ബുധ ആദിത്യ രാജയോഗം സംഭവിക്കുന്നതിലൂടെ ഈ 3 രാശിക്കാരുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഉയർച്ചയുണ്ടാവും. സ്വന്തം നേട്ടങ്ങളിൽ വാനോളം അഭിമാനം ഉയരും. സമ്പത്താണെങ്കിൽ ഓരോ ദിവസവും ഇരട്ടിയായി വർദ്ധിച്ചു വരും. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും ഏപ്രിൽ 11-ന് മീനമാസം ഒന്നിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ 3 രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടക്കം കുറിക്കുന്ന ദിവസമാണ് അന്ന്. ഈ ഗ്രഹങ്ങളുടെ ഒരുമിച്ചുള്ള യോഗം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം, അതായത് സമ്പത്തും തൊഴിൽ, സന്തോഷം എന്നിവയിൽ വളരെയധികം വർധനവുണ്ടാവും. ഈ 2 ഗ്രഹങ്ങൾ ഒരുമിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നേതൃത്വ ഗുണങ്ങളും തീരുമാനമെടുക്കാനുള്ള കഴിവും വർദ്ധിക്കുന്നു. ഈ 3 രാശിക്കാരെ കുറിച്ച് പറയാം. അതിൽ ആദ്യത്തേതാണ് ഇടവം രാശി. ഇടവം രാശിക്കാരായ കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ നക്ഷത്രക്കാർക്ക് ബുധ ആദിത്യ രാജയോഗം പലവിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇത് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായ കാര്യങ്ങൾക്കാണെങ്കിൽ വളരെയധികം നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഈ സമയത്ത് ബിസിനസ് മാറ്റങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. അതായത് പുതിയ ബിസിനസ് ആരംഭിക്കുക, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, അതൊക്കെ വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കും. പുതിയ പദ്ധതികൾ എല്ലാം അനുകൂലമായി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വരുമാനം ഇരട്ടിയാകും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ പണം മുടക്കിയാൽ അത് നഷ്ടമാകില്ല, അത് വിജയിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നേട്ടമായി തന്നെ സംഭവിക്കും. പിന്നെ പങ്കാളികളുമായുള്ള ബന്ധം ദൃഢമാകും. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ പ്രണയം നിറഞ്ഞു നിൽക്കും. അത് നല്ല ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. ആരോഗ്യപരമായി പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സമയമാണ്. രോഗങ്ങൾ മൂലം ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ ഈ സമയങ്ങളിൽ നമുക്ക് പരിധിവരെ ആശ്വാസം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇടവം രാശിക്കാരായ ഇവർക്ക് ഈ ബുധ ആദിത്യ രാജയോഗം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായും ആരോഗ്യപരമായും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അടുത്ത രണ്ടാമത്തെ രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരായ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ. ഇവർക്ക് ബുധ ആദിത്യ രാജയോഗം പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൂടാതെ തൊഴിലും ബിസിനസ്സിലും നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. തൊഴിൽ സ്ഥാനത്ത് മികച്ച മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. പ്രമോഷൻ, ശമ്പള വർധനവ് ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ജോലിയിൽ ഉയർച്ചയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും മാറിക്കിട്ടും ഈ സമയത്ത്. ആരോഗ്യം വീണ്ടെടുക്കാൻ അനുകൂലമായ സമയമാണ് ഈ സമയം. കൂടാതെ ഇവരെ അലട്ടിയിരുന്ന മാനസികവും ശാരീരികവുമായ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരു സുഹൃത്തുമായി ദൃഢമായ ഒരു സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. വ്യക്തിത്വത്തിൽ ഗുണകരമായ മാറ്റങ്ങളും ഇവർക്ക് ഉണ്ടാകുകയും ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും മിഥുനം രാശിക്കാർക്ക്. അങ്ങനെ മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികപരമായും ആരോഗ്യപരമായും മാനസികപരമായും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് ഈ ബുധ ആദിത്യ രാജയോഗ സമയം. ഇനി മൂന്നാമത്തെ രാശിയായ മീനം രാശിയെക്കുറിച്ച് പറയാം. മീനം രാശിക്കാരായ പുരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി ഇവർക്ക് ബുധ ആദിത്യ രാജയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളെ കൊണ്ട് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ഗുണഗണങ്ങൾ നിങ്ങൾക്ക് തന്നെ ആശ്ചര്യം തോന്നിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.
നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ ഗുണഗണങ്ങൾ എനിക്ക് എങ്ങനെ വന്നതെന്ന്. സത്യം ഉള്ള കാര്യമാണ് കേട്ടോ. ആന്തരിക ശക്തിയും മാനസിക ആരോഗ്യവും മികച്ചതാകും ഈ സമയത്ത്. കൂടാതെ നല്ല ആത്മവിശ്വാസവും ഏത് കാര്യത്തിനും ഉണ്ടാകും. ദാമ്പത്യ ജീവിതം കൂടുതൽ സമാധാനപരവും സന്തോഷപരവും ഉള്ളതായി തീരും. അംഗീകാരവും ആദരവും കഴിവും അനുസരിച്ച് സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് തേടി വരും. ജീവിതം മുഴുവൻ ഈ സമയം സന്തോഷകരമായിരിക്കും. വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകുന്ന ഒരു അനുകൂലമായ സമയമാണ് ഈ സമയം. പ്രണയിക്കുന്നവർ അനുകൂലമായ സമയമാണ്. അവർക്ക് പ്രേമം ബന്ധം ദൃഢമാകുക തന്നെ ചെയ്യും. ബിസിനസ് നേട്ടം വളരെയധികം ഗുണം ചെയ്യും. അതായത് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഈ നേട്ടത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ മീനം രാശിക്കാരുടെ ഈ വരുന്ന ബുധ ആരാധ്യ രോഗം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. സാമ്പത്തികപരമായാലും ശരി, ബിസിനസ് പരമായാലും ശരി, ഏത് പരമായാലും ശരി, ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് ബുധ ആദിത്യ രാജയോഗം. അപ്പം എല്ലാവർക്കും ഈ രാശി മാറ്റം ഗുണം തന്നെ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.